Hello friends, welcome to my another interesting mini vlog guys. എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് വളരെ സ്വാഗതം. എല്ലാവർക്കും എൻ്റെ മിനി വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഇന്നെന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ കൊട കൊണ്ട് എന്താ ഇവിടെ ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഹലോ എവ്രി വൺ. സോ ഇന്ന് ഞാൻ ഓർത്തു ഞാൻ ഇംഗ്ലീഷിലും പറയാം മലയാളത്തിലും പറയാം, രണ്ട് ഭാഷയിലും പറയാം. അപ്പം എല്ലാവർക്കും എളുപ്പം മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു നല്ല മഴ ടൈമാണ്, 7:30 സമയമാണ്, ഓഗസ്റ്റ് 13th ആണ്. അപ്പോൾ കൊച്ചിന് സ്കൂളിൽ നിന്ന് വാട്സപ്പിൽ മെസ്സേജ് വന്നു ടീച്ചറുടെ, അത് നമ്മുടെ പിള്ളേരുടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ഓഗസ്റ്റ് 14th. അപ്പോൾ അവർക്ക് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഡ്രസ്സിന് വേണ്ടിയിട്ട് മാച്ചിങ് വൈറ്റ് അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ ഗ്രീൻ കളറുടെ ടോപ്പോ താഴെ എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് മേടിക്കാൻ ആയിട്ട് ഞാൻ ഷോപ്പിങ്ങിലേക്ക് ഇറങ്ങിയേക്കുവാണ്. ഒരു ചെറിയ മിനി വ്ളോഗാണ്, ഞാനൊരു ചെറിയ അറ്റംപ്റ്റ് ചെയ്താണ് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഷോപ്പിംഗ് വ്ളോഗായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങളെല്ലാവരുടെ മുന്നേ. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ കൊച്ചിനെ എടുത്തിട്ടില്ല, അപ്പോൾ ഇപ്പം എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. സോ കം വിത്ത് മീ. So here I started to walk. It's raining. As I said that it is 7:30 Wednesday, August 13th, and yeah, I've started to walk from my road, from my house to the road. I'm walking very carefully because there are several potholes and several ചള്ളയുണ്ട് വഴിയിൽ. അപ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് നടക്കാനൊക്കെ നോക്കുന്നുണ്ട്. സോ ദാറ്റ് ഈ മഴവെള്ളം ഇതൊക്കെ റോഡ് വീടിന് മുന്നേ നല്ല വെള്ളം കെട്ടിക്ക് ഇരിപ്പുണ്ട് റോഡിൽ. പക്ഷെ നമ്മൾ സാധാരണ മഴ പെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. നിങ്ങളുടെ വീടിന് മുന്നേ അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിലൊക്കെ മഴ പെയ്യുമ്പം എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വന്നേക്കുന്നത്, എന്തൊക്കെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കിട്ടിയത്, എന്തൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എൻ്റെ വീടിൽ നിന്ന് വാഴക്കാല ജംഗ്ഷൻ വരെ 400 മീറ്ററാണ് നടക്കാനുള്ളത്. അല്ലെങ്കിൽ യാത്ര വെഹിക്കിളിലാണെങ്കിൽ 400 മീറ്റർ തന്നെ കാണിക്കുക ഗൂഗിൾ മാപ്പിൽ. ഞാൻ പ്രാവശ്യം ചെക്ക് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നേ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലായിരുന്നു, പക്ഷേ ഇവിടെ റോഡിൽ വന്നപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് വന്നു. ഇതാണ് മെയിൻ റോഡിലേക്ക് എത്തി, വാഴക്കാല ജംഗ്ഷനിലേക്ക്. നല്ല ബിസി സ്ട്രീറ്റാണ്. മെട്രോയ്ക്ക് പണിയുന്നുണ്ട് ഇവിടെ ഇടയ്ക്ക്, വർഷങ്ങളായിട്ട് മെട്രോ പണിയുന്നുണ്ട്. മെട്രോ ട്രെയിൻ വരാൻ പോവാം, അപ്പോൾ ഒന്നുകൂടെ എക്സ്പെൻസീവ് സ്ഥലമുണ്ട്. സോ ഇത് നമ്മളിപ്പോൾ വന്നേക്കുന്ന വെറൈറ്റി ഷോപ്പാണ്. വെറൈറ്റി ഷോപ്പ് നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പാണ്, തുണിക്കടയാണ്. വർഷങ്ങളായിട്ട് ഇവിടെ ഞാൻ വരുന്നത്, ചെറുപ്പം മുതൽ. ഇവിടെ എല്ലാ തരത്തിലും തുണിയും കിട്ടും. പക്ഷേ ഇപ്പം ഞാൻ വെറൈറ്റി ഷോപ്പിൽ വെളി വന്നേക്കുക. ബാഡ് ലക്ക്, നമുക്ക് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച തുണിയൊന്നും കിട്ടിയില്ല എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട്, എൻ്റെ മോന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഫാഷൻ സിറ്റിയിൽ പോകാൻ, അടുത്തുള്ള കടയിൽ. നമ്മൾ നടന്ന് ഫാഷൻ സിറ്റിയിലേക്ക് പോവുകയാണ്. അവർ തന്നെ സെയിം ആൾക്കാർ തന്നെ വേറെ കടയാന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് അവർ നമ്മളെ ഗൈഡ് ചെയ്തു ഫാഷൻ സിറ്റിയിലേക്ക് പോകാൻ. അപ്പം മെയിൻ റോഡൊക്കെയാണ്, നെഞ്ചിപ്പിലൊക്കെ വണ്ടി ഓടിക്കുന്നത്. കോമഡി പറഞ്ഞ ഞാൻ എന്തായാലും ചളിയാ തോന്നുന്നു. സോ ഫാഷൻ സിറ്റിയിൽ നമ്മൾ ഇപ്പം വെളിയിൽ എത്തി. സോ നമ്മളിപ്പോൾ ഇതിനകത്ത് കയറുവാണ്. ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ലാസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ് ഓൾ ഓഫ് യു ടു ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ആൻഡ് ക്ലിക്ക് ഓൺ ദ ഓൾ ഓപ്ഷൻ ടു ഗെറ്റ് ഓൾ ദ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ടു മൈ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചു കടയിൽ, ഇവിടെ മിററൊക്കെ കാണുന്നുണ്ട്. ചേട്ടനോട് പോയപ്പോൾ ചേട്ടൻ പറഞ്ഞു മേളിലാണ് ഇതിൻ്റെ മെയിൻ ഇൻഡിപെൻഡൻസ് ഡേയുടെ പിള്ളേർ കിട്ടുന്നത്. നമ്മൾ പടിയൊക്കെ കയറി മേളിൽ പോകുന്നുണ്ട്. സോ now you can see me, I have reached a spot in Fashion City, the upstairs, and here there are variety of dresses, variety of colors and everything out there. So I asked the shopkeeper to give me either white, green or saffron top and bottom. So let's see what the shop has got for us for our special son Scott's Independence Day celebration. So guys, now we are finding for the best dress for my son for his Independence Day celebration. So he's finding for the best and I want to give best to my son. So finally he is searching and he has got it. Orange നിറത്തിൻ്റെ ഒരു സാഫ്രൺ ഓറഞ്ച് നിറത്തിൻ്റെയൊക്കെ ഒരു നല്ലൊരു ബനിയൻ ടോപ്പ് കാണിച്ചിട്ടുണ്ട്.
പക്ഷേ ഇത് വലിയ സൈസായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ മകന് ഇതിനെക്കാട്ടിലും ചെറിയ സൈസാണ് മേടിച്ചത്. അപ്പം ഇതാണ് അതിൻ്റെ ലുക്ക്. വലിയ സൈസാണ്, ഞാൻ ചെറിയ സൈസ് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ ഇത് റിട്ടേൺ ചെയ്തിട്ട് ഒരു ചെറിയ സൈസ് എടുത്ത്. ഇത് കറക്റ്റ് സൈസാണ് എൻ്റെ മകന്. ദിസ് വാസ് എ കറക്റ്റ് സൈസ് ഫോർ മൈ സൺ. സോ ഹിയർ ഫൈനലി ദിസ് ഇസ് ദ കറക്റ്റ് സൈസ്. Thumbs up guys. So I have got my top for my son's Independence Day celebration in the school. So now ഇതിൻ്റെ പ്രൈസ് 300 rupees ആണ് ചേട്ടൻ പറയുന്നത്. So this is the price, 300 rupees for the top is what they said. And then I asked for the down for my son, like pants of any color. So I told orange and they gave me like light brownish type. But that's okay, that's fine, even though it's not white. Mainly white is the color. My mother already told me that I should buy white color for top and bottom for my son. But I preferred like orange. I asked them green. They didn't have green color. So this is what both I picked, as you can see on the shop. This is what I have finalized finally to take. And then ചേട്ടൻ പറഞ്ഞു ഓക്കെ ഇത് എടുക്കുവാണെങ്കിൽ താഴെ ആ ബിൽ പേയ്മെൻറ്റ്. സോ നമ്മൾ അങ്ങനെ പടിയും കയറി താഴെ ഇറങ്ങുവാണ്. എതുക്ക് നല്ല വലിയ പടിയാണ്, തെന്നി വീണു. അപ്പം ജോക്ക് പറഞ്ഞാൽ സുഹൃത്തുക്കളെ. ഓക്കെ, സോ ഇവിടെ താഴെ നമ്മൾ എത്തി. കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. ഓണത്തിനും പിന്നെ ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ അവരുടെ പിള്ളേർക്ക് വേണ്ടിയൊക്കെ ഷോപ്പിംഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ കൗണ്ടർ സെക്ഷനിൽ വന്നു. നമ്മൾ ഇത് രണ്ടും എടുത്തേക്കുന്നത്. ഇത് രണ്ടെടുത്ത് എത്രയായി ചേട്ടനോട് ചോദിക്കാം എത്ര ആയിട്ട്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ നോക്കി പറയുവാണ്. ഇവിടെ നമ്മുടെ ചിലവായത് 60 rupees ആണ്. പക്ഷേ 20 രൂപയുടെ ഡിസ്കൗണ്ട് ഒന്നും ഫാഷൻ സിറ്റിക്കാർ 630 ആണ് ഫൈനൽ പേയ്മെൻറ്റ് ചെയ്തത്. സോ താഴത്തെ മേലത്തെ 300 ആവും, താഴത്തെ 350 സംതിങ് ആണ്, നോട്ട് 450. I had a mistake. End of the vlog I said it's 450 the bottom. സോ ഇവിടെ നല്ല ചൂടാണ്. ഇത്ര ഷോപ്പിംഗ് ചെയ്യുന്ന വിറക്കാൻ തുടങ്ങി ഫാൻ ഉണ്ടായിട്ടും. സോ ഫൈനലി ഗൈസ് ടാറ്റാ, നമ്മുടെ കയ്യിൽ നമ്മുടെ ഷോപ്പിംഗ് കവർ കിട്ടി, ഷോപ്പിംഗ് കിറ്റ്. ആൻഡ് ഫൈനലി എൻ്റെ മകൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്കും സെൽഫി പിക്സൊക്കെ. എൻ്റെ അറ്റയർ എങ്ങനെ ഇഷ്ടപ്പെട്ടോ, എൻ്റെ എല്ലാവർക്കും എങ്ങനെയൊക്കെയാണ് ഇൻഡിപെൻഡൻസ് ഡേ അവരുടെ മകന്മാർക്കും എങ്ങനെയൊക്കെയാണ് ഷോപ്പിംഗ് ചെയ്യുന്നത്, എവിടെ നിന്നൊക്കെയാണ് ഷോപ്പിംഗ് ചെയ്യുന്നത്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വാഴക്കാല ജംഗ്ഷൻ വരുവാണെങ്കിൽ വെറൈറ്റി കടയും പിന്നെ ഫാഷൻ സിറ്റി ഇതൊക്കെ ട്രൈ ചെയ്യണം. ബ്രാൻഡഡ് കട അല്ലെങ്കിലും ഇവിടെ അഫോർഡബിൾ പ്രൈസസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാം കിട്ടും. സോ അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വെളിയിൽ വന്നു കഴിഞ്ഞു. ആൻഡ് ഇവിടെ പിന്നെയും ബിസി ട്രാഫിക് തന്നെയാണ്. മെയിൻ റോഡാണ്, മെട്രോ ട്രെയിനൊക്കെ പണിയുക. പിന്നെ ഞാൻ ഒരു കട കണ്ടു, ഇവിടെ ഒരു സെൻട്രൽ ബേക്കറിയുടെ അടുത്തൊരു കട. സോ ഞാൻ ഇവിടെ നിർത്തി. ആൻഡ് ഞാനിവിടെ നോക്കും എന്തൊക്കെ സ്നാക്സുകളാണൊക്കെ ഇവിടെ present, what all snacks they have put over here, presented in front of the customers, in front of the public. So I was just watching and glazing, having a gaze on that. And I asked the person to give me aloo bhujia of just 10 rupees to have a quick refreshment when I go home. So we bought aloo bhujia, 2 aloo bhujia, and then we bought Pepsi of 20 rupees. As you can see in this vlog, I'm asking for the drinks. And then after that, let's see what I'm Pepsi. So then finally guys, I thought ये 10 रुपए का लेस, ये हरा वाला. We got our stuff. I finished buying everything is in my hand, all the polythenes. So now I'm heading back to my house. It's a good experience to walk. Even though since childhood I never used any
2-വീലറോ 4-വീലർ പോയിട്ട് വേണം. അങ്ങനെ കാര്യം ഞാൻ വീട്ടിൽ വന്നിരിക്കുവാണ്. ഇൻഡിപെൻഡൻസ് ഡേയുടെ എൻ്റെ കൊച്ചിൻ്റെ സ്കൂളിൽ കിൻഡർ ഗാർഡൻ PKGയിൽ യൂണിഫോം കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ കളർ ഡ്രസ്സാണ് എന്തായാലും ഇടുന്നത്. പക്ഷേ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടി മാമിൻ്റെ മെസ്സേജ് വന്നു വാട്സപ്പ് ഗ്രൂപ്പിൽ. അതായത് ഓറഞ്ച് കളറുടെ അല്ലെങ്കിൽ ഗ്രീൻ കളറുടെ അല്ലെങ്കിൽ വൈറ്റ് കളറുടെ ഡ്രസ്സ് കൊടുക്കണം, തിരിച്ചു കൊടുക്കണം പിള്ളേർക്ക്. സോ വി തോട്ട് ടു ബൈ. കാണിച്ചു തരാം. നിങ്ങൾക്ക് സോ ഇതാണ് നമ്മുടെ 300 രൂപ ഇതിന്. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്, നല്ല തിക്ക് ക്വാളിറ്റിയുടെ ഒക്കെയാണ്, നല്ലതാണ് ഗൈസ്. സോ യു ക്യാൻ സീ, കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാ നല്ലൊരു സാഫ്രൻ കളറ് ബനിയൻ ടോപ്പ് 3.5 വയസ്സിൻ്റെ. 3.5 വയസ്സ് കടയിൽ പറഞ്ഞു, പക്ഷേ അതിനെക്കാട്ടി ചെറിയ സൈസാണ് ഞാൻ വാങ്ങിച്ചത്. എൻ്റെ മോൻ ഇവിടെ ലാപ്ടോപ്പ് കൊണ്ട് ഇരിപ്പുണ്ട്. ഇതാണ് അതിൻ്റെ പാൻസ്. ഒരു 450 റുപ്പീസിന് പാൻസാണ്. പക്ഷെ ഒരു ഇതിൽ കാണിക്കുന്നത് 349 പക്ഷേ നല്ലൊരു പാൻറ്റ് മേടിച്ച് വിഡിലൻ ബാൻഡ്. സോ അങ്ങനെ ഞാൻ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു ഞാൻ എന്താണ് ഇന്ന് ഞാൻ ഷോപ്പിംഗ് ചെയ്തത്. ഒരു ടോപ്പും ഒരു പാൻറ്റും ഇൻഡിപെൻഡൻസ് ഡേക്ക്. അപ്പോൾ എൻ്റെ കൊച്ചിനും കൂടെ കൊണ്ടുവന്നില്ല, കാരണം കൊച്ചിനെ വഴി കൊണ്ടുപോയി നടക്കാൻ പാടാണ്. ഈവനിങ് 7:30 സമയമാണ്, മഴയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് പാടാണ് അങ്ങനെ കൊണ്ടുപോകാൻ. അപ്പോൾ ഞാൻ കൊച്ചിന് മെഷർമെൻറ്റ് മൈൻഡിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ മേടിച്ചു. അപ്പോൾ ഹോപ്പ് നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഷോപ്പിംഗ് ചെയ്ത് ഒരു അറ്റംപ്റ്റ് ചെയ്തതാണ് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഷോപ്പിംഗ് വ്ലോഗായിട്ട് നിങ്ങളുടെ മുന്നേ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. സോ അതോട് എൻ്റെ വ്ലോഗ് അവസാനിച്ച് കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറിയ മിനി വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെൽ ഐക്കണിൽ നോട്ടിഫിക്കേഷൻ ഓളിൽ ഇടണം. ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ്, ലൈക്ക്, ഷെയർ എല്ലാം ചെയ്യണം. ഓക്കെ, until then, bye.